അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SHM ആണ്. സോ SHM എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. So a particle is said to be simple harmonic motion when it vibrates periodically in such a way that the force acting on it is directly proportional to displacement in a fixed path and it is always opposite to the fixed point. So ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാകുന്നത് അത് പീരിയോഡിക്കലി ഇങ്ങനെ വൈബ്രേറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അത് ഒരു ഫിക്സഡ് പാത്തിലായിരിക്കും. പിന്നെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിരിക്കും. സോ ഇത് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടാമത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. സോ അതാണ് നമ്മുടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മുടെ മീൻ പൊസിഷൻ, ഇവിടെ നമ്മുടെ ബോബിൻ്റെ മീൻ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇത് പോസിറ്റീവ് ഡയറക്ഷനിൽ പോയതിന് ശേഷം നെഗറ്റീവ് ഡയറക്ഷനിൽ വന്നതിന് ശേഷം വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ അതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ഡാമ്പിംഗ് ഫോഴ്സ് എന്നും പറയാനായിട്ട് സാധിക്കും. സോ എ പാർട്ടിക്കിൾ വിച്ച് ഈസ് സെഡ് ടു ബി സിമ്പിൾ ഹാർമോണിക് മോഷൻ വെൻ ഇറ്റ് വൈബ്രേറ്റ്സ് പീരിയോഡിക്കലി ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ഫിക്സ്ഡ് പാത്ത് ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഫിക്സ്ഡ് പോയിന്റ്. സോ എഫ് പ്രൊപ്പോർഷണൽ ടു -x. സോ നമ്മൾ കോൺസ്റ്റന്റ് മാറ്റണം, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു -kx, k വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് കോൺസ്റ്റന്റ്. സോ അതിനുശേഷം നമുക്കിവിടെ റൊട്ടേറ്റിംഗ് മോഷൻ്റെ എക്സാമ്പിൾസ് കാണുവാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലോട്ട് കിടക്കാം. സോ ഇവിടെ നമുക്ക് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു മോഷൻ കാണുവാനായിട്ട് സാധിക്കും. സോ എക്സ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു a cos ω t + 5 ആണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് മീൻ പൊസിഷനാണ്. സോ ഫ്രണ്ടിലോട്ട് നമ്മൾ എടുത്തപ്പോൾ അത് പോസിറ്റീവ് സൈൻ എ ആയി, പിന്നീട് ബാക്കിലോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് എ ആയി. സോ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ലീനിയർ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് circular then it is called angular simple harmonic motion. So ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ. എ പാർട്ടിക്കിൾ വിച്ച് is said to be simple harmonic motion when it vibrates periodically in such a way that the force acting on it is directly proportional to displacement in a fixed point and it is always opposite to the fixed point. F proportional to -x, F which is equal to -kx, k which is equal to force constant. If the displacement is linear it is called a linear simple harmonic motion. If the displacement is circular it is called a circular simple harmonic motion. So x of t which is equal to a cos ω t + 5. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞു എഫ് വിച്ച് ഈസ് ഈക്വൽ ടു -kx. സോ നമ്മൾ ഇവിടെ ആ ഒരു ഇക്വേഷൻ എഴുതണം. എഫ് വിച്ച് ഈസ് ഈക്വൽ ടു -kx, ഇക്വേഷൻ നമ്പർ 1. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ma. സോ ആക്സലറേഷൻ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം കാൽക്കുലസ് ഉപയോഗിച്ച്. സോ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ ഇവിടെ വെലോസിറ്റി ടൈമും വെരി സ്മാൾ ആണ്, അപ്പോൾ നമ്മൾ d കൊണ്ട് ഡിനോട്ട് ചെയ്യണം. സോ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വെരി സ്മാൾ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വെരി സ്മാൾ ടൈം. സോ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു dv/dt. സോ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റും ചെറിയ ടൈമും ആയതുകൊണ്ട് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സ്മാൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ a വിച്ച് ഈസ് ഈക്വൽ ടു dv/dt, v വിച്ച് ഈസ് ഈക്വൽ ടു dx/dt. സോ നമുക്ക് ഈ ഒരു വിനെ വെലോസിറ്റീനെ നമ്മൾ ആക്സലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ a വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഇൻറ്റു dx/dt. സോ a എന്ന് പറഞ്ഞാൽ 2d കിടക്കുന്നതുകൊണ്ട് d² ചെയ്യണം. സോ a വിച്ച് ഈസ് ഈക്വൽ ടു d²x/dt² എന്നാൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. സോ നമ്മൾ ഈ ഒരു എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ma ഈ ഒരു എയിൽ നമ്മൾ ആ ഒരു ആക്സലറേഷൻ്റെ നമ്മൾ ഡിറൈവ് ചെയ്ത ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു m d²x/dt². നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കണം. സോ ഇക്വേറ്റിംഗ് 1 and 2 അപ്പോൾ നമുക്ക് m d²x/dt² വിച്ച് ഈസ് ഈക്വൽ ടു -kx എന്ന് കിട്ടും. സോ m d²x/dt² പ്ലസ് kx വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ആ ഒരു എമ്മിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഡിവൈഡിങ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ m ചെയ്യണം. സോ d²x/dt² പ്ലസ് kx/m വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. സോ d²x/dt² പ്ലസ് നമ്മൾ ആ ഒരു എക്സിനെ പുറത്തോട്ട് എടുക്കണം. k/m ഇൻറ്റു x വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ k/m എന്ന് പറയുന്നത് ω² എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ k/m ω² എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ നമ്മൾ k/m ω² എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. d²x/dt² പ്ലസ് ω²x വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ ഓൺ സോൾവിങ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ഗെറ്റ് എ സൊല്യൂഷൻ. സോ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അതാണ് x വിച്ച് ഈസ് ഈക്വൽ ടു a cos ω t ± 5. സോ അതിൽ a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്,
ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അല്ല എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇനിഷ്യൽ ഫേസ് ആണ്. സോ നമുക്ക് ഈ രണ്ടാമത്തെ ടോപ്പിക്കായ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. So acceleration which is equal to change in velocity by change in time, velocity which is equal to change in displacement by change in time. So നമ്മൾ velocity substitute ചെയ്ത് കൊടുക്കുമ്പോൾ a which is equal to change in velocity divided by change in time, so a which is equal to d square x by dt square. ഇനി നമുക്ക് f which is equal to minus kx എന്ന നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പഠിച്ചു തന്നത് ഇക്വേഷൻ നമ്പർ 1. so f which is equal to ma according to ന്യൂട്ടൺ സെക്കൻഡ് ലാ. so f which is equal to a നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ m d square x by dt square. സോ ആദ്യത്തെ ഇക്വേഷനും തേർഡ് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്നും സെക്കൻഡ് ഇക്വേഷൻ എന്നും വിട്ടുകൊടുത്തതിന് ശേഷം ഇക്വേറ്റിംഗ് 1 and 2. so m d square x by dt square which is equal to minus kx, m d square x by dt square plus kx which is equal to 0. so dividing the equation throughout by m d square x by dt square plus kx by m which is equal to 0. so d square x by dt square plus k by m into x which is equal to 0. സോ നമ്മൾ എക്സിനെ പുറത്തെടുത്തു. സോ നമ്മൾ ആ ഒരു കെ ബൈ എമ്മിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയി ഒമേഗ സ്ക്വയർ ഇട്ട് കൊടുക്കണം. സോ ഒമേഗ സ്ക്വയർ എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വിച്ച് ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടും. സോ ഓൺ സോൾവിംഗ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ഗെറ്റ് എ സൊല്യൂഷൻ എക്സ് വിച്ച് ഇസ് ഇക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. സോ എ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, 5 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒമേഗ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, 5 ആംഗിൾ ഓഫ് ഇനിഷ്യൽ ഫേസുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ അടുത്തതാണ് നമ്മുടെ ഇവിടെ സിമ്പിൾ പെൻഡുലം എക്സ്പ്രഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ. സോ അതാണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. സോ നമുക്കത് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ എൻ്റെ കയ്യിലൊരു ബോബ് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ബോബിനെ ഒരു സ്ട്രിങ്ങുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബോബിൻ്റെ പൊസിഷൻ ഇപ്പോൾ എ പൊസിഷനാണ്. സോ ബോബിൻ്റെ പൊസിഷൻ എ പൊസിഷനാണ്. സോ ഇത് എന്ന് പറയുന്നത് എൽ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ നമ്മുടെ പെൻഡുലത്തിൻ്റെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. സോ ഒരു എ പൊസിഷനിൽ ഇരിക്കുന്ന ഈ ഒരു ബോബിനെ ഞാൻ ബി പൊസിഷനിലോട്ടാക്കി. സോ ഇവിടെ നിങ്ങൾക്കൊരു ആംഗിൾ ഡിഫറൻസ് കാണുവാനായിട്ട് സാധിക്കും. സോ അതിനെ നമ്മൾ തീറ്റ എന്നെടുക്കും. സോ ഇത് ബി പൊസിഷൻ ആയതിനു ശേഷം ഇവിടെ നമുക്ക്, സോ ഇതിവിടെ ബി പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഇത് ബി പൊസിഷനിൽ ഇവിടെ ഇരിക്കുമ്പോൾ സോ ഇവിടെ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് ബി പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഒരു ബി പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ കാണുവാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് എം ജി ആക്ടിങ് ഡൗൺവേർഡ്സ്, അതായത് നമ്മുടെ ഈ ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് ഡൗൺവേർഡ്സിലോട്ട് ആക്ട് ചെയ്യും. നമ്മളിത് എങ്ങനെ ഇട്ടാലും ഇത് താഴോട്ട് തന്നെ പോകും. സോ ഗ്രാവിറ്റി ആക്ടിങ് ഡൗൺവേർഡ്സ് എം ജി. സോ ഇത് ഇവിടോട്ട് പോകുമ്പോൾ എം ജി സൈൻ തീറ്റയും ഇവിടോട്ട് പോകുമ്പോൾ എം ജി കോസ് തീറ്റയുമാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് നടക്കുന്നത്. സോ ഒരു എക്സിനെ നമ്മൾ ആർക്കായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെയാണ് നമ്മുടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. സോ ഒരു ടെൻഷൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ഡൗണിലോട്ടായിരിക്കും നമ്മുടെ ഈ ഒരു എം ജി സൈൻ തീറ്റയും എം ജി കോസ് തീറ്റയും ആർക്കും എക്സ് നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ വരയ്ക്കേണ്ടത്. സോ ടി എന്ന് പറഞ്ഞാൽ എം ജി കോസ് തീറ്റയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റയാണ്. സോ അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ. സോ ഫോഴ്സ് ബാക്കിലോട്ടാണ് പോകുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈനാണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ. സോ അത് റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്, തിരിച്ചു വരുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തത്. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. സോ സൈൻ തീറ്റ ഈസ് വെരി സ്മാൾ ആംഗിൾ. സോ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് എന്ന് പറയുമ്പോൾ അത് ലെങ്ത് ആണ്. സോ നമ്മൾ എക്സ് എന്ന് എടുക്കും. സോ അത് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. സോ അങ്ങനെ നമ്മൾ എക്സ് എന്ന് പറക്കുന്നു. റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബോബ് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. സോ നമ്മളത് എൽ എന്ന് എടുക്കുന്നു. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, മൈനസ് എം ജി എക്സ് ബൈ എൽ, മൈനസ് എം ജി എക്സ് ബൈ എൽ. ആരെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യണം. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലാ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എം എ. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലാ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എം എ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. സോ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടതാണ്. എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം എ എന്ന് പറയുന്ന ഇക്വേഷൻ. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബൈ എം എന്ന് നമുക്ക് കിട്ടും. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ആക്സലറേഷനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എഫ് ഇപ്പുറത്തോട്ട് വരികയും എം ഡിനോമിനേറ്ററിലും
എഫ് ന്യൂമറിലേറ്ററിലും പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. സോ നമ്മൾ ആ ഒരു എഫും എമ്മും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ആക്സലറേഷനിൽ. സോ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു -mgx/ml -mgx/ml. സോ അതിന് രണ്ട് എമ്മിനെയും നമ്മൾ വെട്ടിക്കളയണം. സോ രണ്ട് എമ്മിനെയും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ